ഹലോ, ഫ്രീ കാണാണ്ടോ? സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നാ. ഓക്കെ. നമ്മളിന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് GK ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഹിസ്റ്ററി, ഏൻഷ്യൻ ഹിസ്റ്ററിയിലെ പ്രീ ഹിസ്റ്ററിനെ കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. എൻ്റെ പേര് പറയാം, എൻ്റെ പേര് അശ്വിനി. ഞാനാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ എന്താ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ നോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് PDF പോലെ. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്താ ജസ്റ്റ് റഫ് നോട്ട് ആയിട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ക്വസ്റ്റ്യൻ അല്ല, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. തംസപ്പ് അല്ല, നോർമൽ സംസാരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഹിസ്റ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോളജ് അക്വയർഡ് ബൈ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ വഴി നേടിയ നോളജ് ആണ് എന്ത്, ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിയയിൽ നിന്നാണ് അത്, ആ ഒരു സംഭവം എന്താണ് ഉടലെടുത്ത് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ആദ്യം പ്രീ ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ പ്രീ ഹിസ്റ്ററി ഉണ്ട്, അതിനുശേഷമാണ് പ്രോട്ടോ ഹിസ്റ്ററി വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്. നമ്മൾ ഇന്നിവിടെ പ്രീ ഹിസ്റ്ററിനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് പ്രോട്ടോ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഹിസ്റ്ററി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത് അൺഡെസിഫറബിൾ ലിറ്ററേച്ചർ ആണ്. അൺഡെസിഫറബിൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോട്ടോ ഹിസ്റ്ററി നമ്മൾ എന്താണ് എഴുതിയിട്ടില്ല, നമ്മൾ എന്താണ് റിട്ടേൺ ചെയ്തിട്ടില്ല, നമുക്ക് വായിക്കാൻ കഴിയാത്ത ആ ഒരു ടൈം പീരീഡ് ആണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്ററിയിലോട്ട് വരാണെങ്കിൽ അത് ഡെസിഫേർഡ് ലിറ്ററേച്ചർ ആണ്, നമ്മൾ എഴുതിയിട്ടുള്ള ലിറ്ററേച്ചർ ആണ് നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്നത്. ഇത് രണ്ടാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി പ്രീ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലും പ്രീ ഹിസ്റ്ററി എന്തൊക്കെ തന്നെയാണ്, എഴുതാത്തതാണ്, അൺറിട്ടേൺ ആയിട്ടുള്ള ലിറ്ററേച്ചർ ആണ് എന്ത് പ്രീ ഹിസ്റ്ററി ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രീ ഹിസ്റ്ററിക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രീ ഹിസ്റ്ററി ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചുള്ള സോഴ്സ്, നമ്മൾ എങ്ങനെയാണ് ആ ഒരു ടൈം പീരീഡിനെ കുറിച്ച് അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ്, അതുപോലെ തന്നെ പെയിന്റിങ്സ്, അതുപോലെ തന്നെ ഫോസിൽസ്, കോയിൻസ്, അങ്ങനത്തെ സോഴ്സുകൾ ഉപയോഗിച്ചാണ് ആ ഒരു പ്രീ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇത് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്താണ് പ്രീ ഹിസ്റ്ററിനെ കുറിച്ചിട്ട് അറിഞ്ഞു. അല്ലാതെ സയന്റിഫിക് മെത്തേഡ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഒരു പ്രീ ഹിസ്റ്ററി ടൈമിനെ കുറിച്ചിട്ട്, ആ ഒരു കാലഘട്ടം, ആ ഒരു ഡേറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ ആയിട്ട് എന്താണ് സയന്റിഫിക് മെത്തേഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഏതെങ്കിലും സയന്റിഫിക് മെത്തേഡിന്റെ പേര് നിങ്ങൾക്ക് അറിയോ? ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ ആരെങ്കിലും? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണേ. ആരൊന്നും പറയുന്നില്ല. എന്തായാലും നമ്മൾ സമയം കളയണ്ട, ഞാൻ തന്നെ പറയാട്ടോ. എന്താണ് റേഡിയോ കാർബൺ ഡേറ്റിംഗ്, ഡെൻഡ്രോക്രോണോളജി, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ജസ്റ്റ് ഞാൻ രണ്ടെണ്ണം ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഈ ഡെൻഡ്രോക്രോണോളജി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്നറിയോ, സ്റ്റഡി ഓഫ് ട്രീ റിങ്സ് ഇല്ലേ, നമ്മൾ എന്താണ് ഈ നമ്മൾ മരം മുറിച്ച് കഴിയുമ്പോൾ മരത്തിന്റെ ഇതിൻ്റെ ഉള്ളിൽ റിങ്സുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അതാണ് ആനുവൽ റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിങ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ട്രീന്റെ ഏജ്, ആ ഒരു ഇത് കണ്ടെത്താം. ആ ഒരു പ്രോസസ്സും ഇതിന് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. ഡെൻഡ്രോക്രോണോളജി, അതുപോലെ തന്നെ റേഡിയോ കാർബൺ ഡേറ്റിംഗ്, അങ്ങനെ രണ്ട് മെത്തേഡ് വഴി നമുക്ക് എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചിട്ട് സയന്റിഫിക് മെത്തേഡ്, ആ രണ്ട് സയന്റിഫിക് മെത്തേഡ് വഴി നമ്മൾ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഇതാക്കി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്രീ ഹിസ്റ്ററി ഉണ്ടല്ലോ, ആ ഒരു ടൈം ഇന്ത്യയിൽ ആ സമയത്ത് സെറ്റിൽമെന്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ പ്രീ ഹിസ്റ്ററി തൊട്ട് തന്നെ, ആ ഒരു ടൈം പീരീഡ് തൊട്ട് തന്നെ ഇന്ത്യയിൽ എന്താണ് സെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇതിലോട്ട് വരാണ്. ആദ്യം നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് നോക്കുന്നത്. സ്റ്റോൺ ഏജ് അഥവാ ലിത്തിക് ഏജ്, ലിത്തിക് എന്നുള്ളത് സ്റ്റോൺ തന്നെയാണ് അർത്ഥം. രണ്ട് പേരിൽ നമുക്ക് പറയാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ
ശിലായുഗം. എന്താണ് ശിലായുഗം എന്നാണ് പറയാ. ഈ ഒരു സ്റ്റോൺ ഏജിൽ തന്നെ നമ്മൾ എന്താണ് 4 ഏജ് ആണ് പഠിക്കുന്നത്, 4 പീരീഡ് ഏജ് ആണ് പഠിക്കുന്നത്. പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അതുപോലെ തന്നെ എന്താണ് ചാൽക്കോലിത്തിക് ഏജ്. അങ്ങനെ 4 ഏജ് ആണ് പഠിക്കുന്നത്. ഈ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ആദ്യത്തേതാണ്, ഏറ്റവും ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. മീസോലിത്തിക് എന്ന് പറയുന്നത് മധ്യശിലായുഗമാണ്, ഒരു ലേറ്റ് സ്റ്റേജ് ആണ്, മിഡിൽ സ്റ്റോൺ ഏജ് നമുക്ക് പറയാം. പിന്നെ വരുന്നത് നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് എന്താണ് നവീന ശിലായുഗം, ന്യൂ സ്റ്റോൺ ഏജ് അങ്ങനെ നമുക്ക് പറയാം. പിന്നെ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുമ്പോൾ കോപ്പറും എന്ന് വെച്ചാൽ മെറ്റലിലും സ്റ്റോണിലും ഒരേപോലെ വരുന്ന ഒരു പീരീഡ് ആണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഈ 4 ഏജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം പാലിയോലിത്തിക് ഏജ് എന്താണ്, ഓൾഡ് സ്റ്റോൺ ഏജ്, അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഒരു 99% ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി എന്താണ് ഈ ഒരു പാലിയോലിത്തിക് ഏജിന്റെ കാലഘട്ടത്തിലാണ് വരുന്നത്. കൂടാതെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേവ്സിലും അതേപോലെ തന്നെ റോക്ക് ഷെൽട്ടേഴ്സിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരാണ്, ഗുഹകളിലും അങ്ങനത്തെ പാറടുക്കുകളിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരാണ് ഈ ഒരു പാലിയോലിത്തിക് പീരീഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. കൂടാതെ ഇവര് ഹണ്ടേഴ്സ് ആയിരുന്നു, ഇവര് ഹണ്ട് ചെയ്തിട്ടാണ്, ഇത് വേട്ടയാടിയിട്ടാണ് ഇവര് ഫുഡ്, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അവർ കണ്ടെത്തിയിരുന്നത്. അവര് ഒറ്റയ്ക്കല്ല അവരുടെ എന്താണ് ഹണ്ടിങ് എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഹണ്ടിങ് ആയിരുന്നു. അവര് കൂട്ടത്തോടെയാണ് അവർ വേട്ടയാടൽ ചെയ്തിരുന്നത്. പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസ് എന്താണ് ടൂൾസ് എന്ന് പറയുന്നത് സ്റ്റോണുകളാണ്. നമുക്കറിയാം സ്റ്റോൺ ഏജ് ആണ്, അപ്പോൾ സ്റ്റോണുകളാണ് അവരെന്ത് യൂസ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റോണുകൾ മാത്രമാണ് അവര് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് അവര് കേവ്സിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ പോട്ടറി മേക്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കൃഷി രീതിയെ കുറിച്ചോ അതിനൊന്നും കുറിച്ച് അവർ അവെയർ ആയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺ ആണല്ലോ അവർ ഉപയോഗിച്ചിരുന്ന ടൂള്, അതുകൊണ്ട് തന്നെ മെറ്റലിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും അവർക്ക് എന്താണ് അത്ര വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവര് വാട്ടർ സോഴ്സ് എവിടെയാണോ ഉള്ളത് ആ ഒരു റീജിയനിലാണ് അവർ ഏറ്റവും കൂടുതൽ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. അത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു പാലിയോലിത്തിക് ഏജിന്റെ അവസാന സമയമായിപ്പോ, ഒരു അവസാന കാലഘട്ടം, ആ ഒരു ലേറ്റർ സ്റ്റേജ് ആയപ്പോ എന്താണ് അവര് ഫയർ കണ്ടുപിടിച്ചു, ഫയറിനെ കുറിച്ചുള്ള നോളജ് അവർക്ക് കിട്ടി ഈ ഒരു സംഭവം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് പാലിയോലിത്തിക് ഏജിൽ ഇന്ത്യയിൽ നിന്ന് എന്താണ് ഓക്സ്ട്രിച്ചിനെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ആ ഒരു പാലിയോലിത്തിക് ഏജിൽ ഇന്ത്യയിൽ എന്താണ് ഓക്സ്ട്രിച്ച് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാലിയോലിത്തിക് ഏജിൽ ഇത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, പാലിയോലിത്തിക് ഏജിൽ ഇന്ത്യൻ സെറ്റിൽമെന്റിനെ കോഡ് സൈറ്റ് എന്നാണ് പറയുന്നത്. പാലിയോലിത്തിക് ഏജിൽ ഇന്ത്യൻ സെറ്റിൽമെന്റിനെ കോഡ് സൈറ്റ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഓസ്ട്രിച്ചുകളെ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ എന്താണ് കണ്ടെത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ പാലിയോലിത്തിക് ഏജ് 3 phases ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോവർ, മിഡിൽ, അപ്പർ, അങ്ങനെ 3 phases ആയിട്ടാണ് ഈ ഒരു ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ലോവർ, മിഡിൽ, അപ്പർ ആ ഒരു ഇതിൽ പറയുന്നത്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് സൈറ്റ്സ് പറയാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 സൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സൈറ്റ് ആണ് ഹംസ്ഗി എന്ന് പറയുന്നത്, കർണാടകയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാലിയോലിത്തിക് ഏജിന്റെ ഇന്ത്യൻ സെറ്റിൽമെന്റിൽ വരുന്ന ഒരു മെയിൻ സൈറ്റ് ആണ് ഹംസ്ഗി എന്ന് പറയുന്നത്, കർണാടകയിലാണ്. പിന്നെ വരുന്നത് കുർണൂൽ കേവ്സ് ആണ്. കുർണൂൽ കേവ്സ് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് എന്ത് ഈ ഒരു കുർണൂൽ കേവ്സ് വരുന്നത്. പിന്നെ വരുന്നത് ഭീംടെക്ക കേവ്സ് ആണ്. ഭീംടെക്ക കേവ്സ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ് ഈ ഒരു ഭീംടെക്ക കേവ്സ് വരുന്നത്. പിന്നെ വരുന്നത് ഉത്തർപ്രദേശിലെ മിസാപൂറിലുള്ള ബാലൻ വാലി. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മിസാപൂറിലുള്ള ബാലൻ വാലി ആണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പാലിയോലിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ പാലിയോലിത്തിക് നമ്മൾ പറഞ്ഞു, ഇനി അടുത്തതാണ് എന്ത് മീസോലിത്തിക് ഏജിനെ കുറിച്ചാണ്. മീസോലിത്തിക് ഏജിലോട്ട് വരുമ്പോൾ മീസോലിത്തിക് ഏജിനെ നമ്മൾ മിഡിൽ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ലേറ്റ് സ്റ്റോൺ ഏജ്, മധ്യശിലായുഗം എന്നാണ് നമ്മൾ പറയാ. അല്ലെങ്കിൽ നമുക്കിതിന് വേറൊരു പേരും കൂടി ഉണ്ട്,
മൈക്രോലിത്തിക് ഏജ്. മീസോലിത്തിക് പീരീഡിന് നമ്മൾ മൈക്രോലിത്തിക് ഏജ് എന്നും കൂടി പറയും. എന്താണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണ്ടേഴ്സ് തന്നെയാണ്. ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇവര് എന്താണ് മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി, ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. എവിടെ? ഈ ഒരു മീസോലിത്തിക് ഏജിൽ. പിന്നെ അതുപോലെ തന്നെ അവർ ഫിഷിങ് തുടങ്ങി, എന്താണ് മീനുകളൊക്കെ പിടിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഇവര് ടൂൾസ് ഉണ്ടല്ലോ, ഈ ടൂൾസ് എന്താണ് ഈ സ്റ്റോണിന്റെ ടൂൾസ് റെഡ്യൂസ് ചെയ്തിട്ട് മിനിയേച്ചർ ടൂൾസ് ആക്കി മാറ്റാൻ തുടങ്ങി. നേരത്തെ നമ്മൾ സ്റ്റോൺ ഒന്നും ചെയ്യാണ്ടാണ് അവർ പാലോലിത്തിക് ഏജിൽ അവർ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ മീസോലിത്തിലോട്ട് വന്നപ്പോൾ എന്താണ് അവർ ആ ടൂൾസുകളെ എന്താണ് മിനിയേച്ചർ ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. മിനിയേച്ചർ മാത്രമല്ല, ലാർജർ ടൂൾസ് ഉണ്ടായിരുന്നു, മാക്രോലിത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതലും മൈക്രോലിത്തിക്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ മൈക്രോലിത്തുകളായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ മൈക്രോലിത്തിക് ഏജ് ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് മീസോലിത്തിക് ഏജ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മീസോലിത്തിക്കിന് നമ്മൾ എന്താണ് മൈക്രോലിത്തിക് ഏജ് എന്ന് നമ്മൾ പറയാറുണ്ട്. അവര് മെയിൻ ആയിട്ട് എന്താണ് ഹണ്ടേഴ്സ് ആയിരുന്നു. അതേപോലെ തന്നെ എന്താണ് അവര് ഡൊമസ്റ്റിക്കേഷൻ, ആ ഒരു ടൈം പീരീഡിൽ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവര് എന്താണ് ഈ സ്റ്റോണുകളൊക്കെ മിനിയേച്ചർ ടൂൾസ് ആയിട്ട് യൂസ് ആക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവരെ മൈക്രോലിത്തിക്സ് ആ ഒരു ഏജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മാക്രോലിറ്റ്സ് വലിയ ടൂൾസ് യൂസ് ചെയ്തിരുന്നു, എന്നാൽ പോലും ചെറുതാണ് ഏറ്റവും കൂടുതൽ അവർ പ്രിഫർ ചെയ്തിരുന്നത്. പിന്നെ ബോയും ആരോയും അവരെന്താണ് യൂസ് ചെയ്തിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന സൈറ്റുകളാണ് പറയുന്നത് രാജസ്ഥാനിലെ ബാഗൂർ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ആദംഗഡ്, ഗുജറാത്തിലെ ലാംഗ്ഹഞ്ച്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു പാലോലിത്തിക്കിനും മീസോലിത്തിക്കിനും ഒരേപോലെ വരുന്ന ബോത്ത് ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഭീംടെക്ക കേവ്സ്. ഭോപ്പാലിലുള്ളതാണ്, മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ളതാണ് ഭീംടെക്ക കേവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഈ ഒരു കേവ്സിന്റെ ഒരു ഫീച്ചർ പറഞ്ഞു തരാം. 1957 VS വാക്കാങ്കർ ആണ് ഈ ഒരു സൈറ്റ് ഡിസ്കവർ ചെയ്തെടുത്തത്. 1957 VS വാക്കാങ്കർ ആണ് ഈ ഒരു ഭീംടെക്ക കേവ്സ് എന്താണ് ഡിസ്കവർ ചെയ്തെടുത്തത്. മെയിൻ ആയിട്ടും നമ്മൾ പറഞ്ഞില്ലേ പാലോലിത്തിക്കിന്റെയും മീസോലിത്തിക് ഏജിന്റെയും പെയിന്റിങ്സ് ആണ് ഈ ഒരു കേവ്സിൽ കാണാനുള്ളത്. ഇനി ഈ ഒരു ഏതൊക്കെ തരത്തിലുള്ള പെയിന്റിങ്സ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ, മരങ്ങളുടെ, മൃഗങ്ങളുടെ, അതുപോലെ തന്നെ ഹണ്ടിങ്ങിന്റെ, ഡാൻസിങ്ങിന്റെ അങ്ങനത്തെ പെയിന്റിങ്സ് ആണ് ആ ഒരു ഭീംടെക്ക കേവ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ കാലത്തെ പോലെ തന്നെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അങ്ങനത്തെ സംഭവങ്ങൾ എന്താണ് അന്നത്തെ കാലഘട്ടങ്ങളിലില്ല. അപ്പൊ അവരെന്താണ് നാച്ചുറൽ ആയിട്ട് തന്നെയാണ് അവർ കളേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമൽസിന്റെ ഫാറ്റ് ഇല്ലേ, ആനിമൽ ഫാറ്റ്, അതുപോലെ തന്നെ എഗ് വൈറ്റ്, പിന്നെ വാട്ടർ, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവരെന്താണ് ആ ഒരു കളേഴ്സ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു പെയിന്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിനെക്കുറിച്ച് മെയിൻ ആയിട്ട് ആ ഒരു ഭീംടെക്ക കേവ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് നമ്മൾ അടുത്ത പീരീഡിലോട്ട് വരാണ്. നിയോലിത്തിക് പീരീഡ് ആണ് അടുത്തത്. ന്യൂ സ്റ്റോണേജ് എന്ന് പറയും. എന്താണ് നവീന ശിലായുഗം. ഇതിൽ പറയുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താണ് സ്വയം എന്താണ് കൃഷി ചെയ്യാൻ തുടങ്ങി, ഫാർമേഴ്സ് ആയി. പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ എന്താണ് കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് യൂസ് ആക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഫുഡ് പ്രൊഡ്യൂസിങ് സ്റ്റേജ് നമ്മൾ പറഞ്ഞല്ലോ, ഫാർമേഴ്സ് ആയി, അപ്പോൾ ഒരു കൾട്ടിവേഷൻ തുടങ്ങി. അതുകൊണ്ട് എന്താണ് ഫുഡ് പ്രൊഡ്യൂസിങ് സ്റ്റേജ് എത്തി. പിന്നെ അവരെന്താണ് താമസിച്ച് എന്താണ് ഒരു ഇതുപോലെ ഗ്രൂപ്പ് പോലെ ആയി താമസിച്ച് സെഡൻഡറി ലിവിങ് അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവര് മെയിൻ ആയിട്ട് എന്താണ് കൾട്ടിവേറ്റ് ചെയ്തിരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺ ഉണ്ടായിരുന്നു, വീറ്റ് ഉണ്ടായിരുന്നു, ബാർലി, റാഗി, ഹോഴ്സ് ഗ്രാം, ക്രൂ ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളാണ് എന്താ അവർ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് ഗ്രെയിൻസ്, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമില്ലേ, അത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പോട്രീന്റെ ഇൻവെൻഷനും ഈ ഒരു ടൈം പീരീഡിലാണ് അവര് കണ്ടുപിടിച്ചത്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നു. കാറ്റില്, ഷീപ്പ്, ഗോഡ്സ് അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതൽ അവർ എന്താണ് വളർത്തിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ഈ ഒരു മനുഷ്യന്മാര് ആദ്യമായിട്ട്
വളർത്താൻ തുടങ്ങി മൃഗം എന്ന് പറയുന്നത് ഡോഗാണ്, നായയാണ് ഇവർ ആദ്യമായിട്ട് വളർത്തുമൃഗമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു കാലഘട്ടങ്ങളിൽ. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ സൈറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വരുന്ന നിയോലിറ്റിക്കിന്റെ സൈറ്റുകൾ നോക്കുകയാണെങ്കിൽ കാശ്മീർ വാലി ഉണ്ട്, അതുപോലെ തന്നെ ബീഹാറിലുള്ള ചിരാന്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എവിടെ പാലോലിറ്റിക് ഏജിൽ ഒരു ബാലൻ വാലിയുടെ കാര്യം പറഞ്ഞിരുന്നു, അതും എവിടെയാണ് ഈ ഒരു നിയോലിറ്റിക്കിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുർസാഹാം ഗുഫ്ക്രാൽ കാശ്മീരിലും ജമ്മുവിലുള്ളൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തോട്ടോ, ബുർസാഹാമും ഗുഫ്രാലും. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളൊരു സൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ തന്നെ എന്താണ് ഗ്രേവ് യാർഡ്സ് ഉണ്ടായിരുന്നു. എന്താണ് ശ്മശാനം എന്നൊക്കെ പറയില്ലേ, ആ ഗ്രേവ് യാർഡ്സ് എന്താണ് വീടുകളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അടിയിലോട്ട്, ഇപ്പൊ കുഴിയിൽ അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറയില്ല, അതേപോലെ കുഴിയിലോട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു പിറ്റ് ഡ്വെല്ലിംഗ് ഹൗസുകളായിരുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു മോഡൽ വീടുകളായിരുന്നു. എവിടെയാണ് ബുർസാഹാം അതുപോലെ തന്നെ ഗുഫ്ക്രാൽ. അതാണ് ജമ്മുവിലും കാശ്മീരിലും വരുന്ന എന്താണ് നിയോലിറ്റിക്കിന്റെ സൈറ്റ് ആണ് ഇന്ത്യയിൽ വരുന്നത്. എന്തിനാണ് ഫേമസ് ആയിരുന്നത്? വീടുകളുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഗ്രേവ് യാർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ പിറ്റ് ഡ്വെല്ലിംഗ് ആയിട്ടുള്ള വീടുകളായിരുന്നു. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു സൈറ്റ് കേട്ടോ, അത് ഒന്ന് നോട്ട് ചെയ്തോളൂ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. മെഗർഹെഡ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിലാണ് ഈ ഒരു സൈറ്റ് വരുന്നത്. ഇത് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വീടുകള് സ്ക്വയർ റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള വീടുകളായിരുന്നു ആ ഒരു സൈറ്റിൽ ഉണ്ടായിരുന്നത്. സ്ക്വയർ റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള വീടുകളാണ് ആ ഒരു സൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നിയോലിറ്റിക് ആ ഒരു പീരീഡിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതാണ് നാലാമത്തെ സൈറ്റ് ആണ് ചാൽക്കോലിത്തിക് ഏജ്. സൈറ്റ് അല്ല, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ചാൽക്കോലിത്തിക് പീരീഡ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോൺ ഏജിലും വരുന്നുണ്ട് പ്ലസ് മെറ്റൽ ഏജിലും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിലും കൂടി ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു ട്രാൻസിഷൻ ആണ് ഈ ഒരു പീരീഡിൽ നടന്നിരിക്കുന്നത്. ആ ഒരു ബാക്കി 3 ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ അത്യാവശ്യം നല്ലൊരു ട്രാൻസിഷൻ തന്നെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇവർ ആദ്യമായിട്ട് യൂസ് ചെയ്ത ഫസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. ഇവർ ആദ്യമായിട്ട് യൂസ് ചെയ്ത മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ ആണ്. ബ്രോൺസ് ഇവർ യൂസ് ചെയ്തിരുന്നു, പക്ഷെ എന്നാൽ പോലും കുറച്ചു മാത്രമാണ് ഇവർ ബ്രോൺസ് യൂസ് ചെയ്തിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്? കോപ്പർ തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഒരു സെഡൻഡറി ലിവിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ അഗ്രികൾച്ചറും ഹണ്ടിങ് ഒക്കെ ഇവരെന്താണ് ഇവര് മുൻപോട്ട് തന്നെ കൊണ്ടുപോയിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പീരീഡിലുള്ളത്, ബ്ലാക്ക് ആൻഡ് റെഡ് സെറാമിക് പോട്രി ആ ഒരു കാലഘട്ടത്തിൽ വന്നതാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് സെറാമിക് പോട്രി എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിന്റെ എന്താണ് പ്രത്യേകതയായിരുന്നു. പിന്നെ കുറച്ച് സൈറ്റുകൾ പറയുകയാണെങ്കിൽ ബനാസ് രാജസ്ഥാനിലുള്ളതാണ്. പിന്നെ ക്യാത്ത കൾച്ചർ മധ്യപ്രദേശ് ആ ഒരു ഇതിലുള്ളതാണ്. പിന്നെ വരുന്നത് എന്താണ് ഇന്ത്യക്ക് പുറത്ത് തുർക്കിയിൽ കാറ്റൽ ഹൊയൂക്ക് എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതൊരു ഏൻഷ്യൻ അറബൻ സെറ്റിൽമെന്റ് ആണ് കാണിക്കുന്നത്. ചാൽക്കോലിത്തിക് ഏജിന്റെ ഒരു ഏൻഷ്യൻ അറബൻ സെറ്റിൽമെന്റ് കാണിക്കുകയാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറ്റൽ ഹൊയൂക്ക് ആണ് അതിനൊരു എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 4 പ്രീഹിസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. പ്രീഹിസ്റ്റോറിക് പീരീഡിൽ സ്റ്റോൺ ഏജിൽ 4 എണ്ണം നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പാലിയോലിറ്റിക് ഏജ്, മീസോലിത്തിക് ഏജ്, അതുപോലെ തന്നെ നിയോലിറ്റിക് ഏജ്, ചാൽക്കോലിത്തിക് ഏജ്. അപ്പൊ മനസ്സിലായോ? എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണേ, എന്താണ് പാലിയോലിറ്റിക്കിലും അതുപോലെ തന്നെ മീസോലിത്തിക്കിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സൈറ്റിന്റെ പേര്? അത് ഞാൻ കുറെ വട്ടം എടുത്ത് പറഞ്ഞതാണേ.
പാലിയോലിത്തിക്കിലും മീസോലിത്തിക്കിലും കോമൺ ആയിട്ട് വരുന്നത് സൈറ്റിന്റെ പേര്? ദിംബെട്ക. ഓക്കെ, കറക്റ്റ് ആണേ. ഇത് ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണോ? ഇനി എന്തെങ്കിലും ഇതില് ഇപ്പൊ ഈ എടുത്തേല്? ഹലോ, കേൾക്കുന്നില്ലേ? ആ സൈറ്റ് പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഏതാണ്? ഓരോ സൈറ്റ് ഇല്ലേ അത്. ആ സൈറ്റ് അല്ലേ? നോട്ട് ചെയ്യാനാണോ? ആ ഓക്കെ, ഫസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് 2-3 പറഞ്ഞാ പോരെ? മതി. ഓക്കെ, ആദ്യം നമുക്ക് പാലിയോലിത്തിക് സൈറ്റ് കേട്ടോ. പറയട്ടെ, ഞാൻ പറയാം. പാലിയോലിത്തിക് സൈറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കുർണൂൽ കേവ്സ്, ആന്ധ്രാപ്രദേശിലുള്ളതാണ്. പിന്നെ ഭീംടെക്ക കേവ്സ്, അത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 സൈറ്റാണ്. കുർണൂൽ കേവ്സ് ആന്ധ്രാപ്രദേശിലുള്ളതും പിന്നെ ഭീംടെക്ക കേവ്സ് മധ്യപ്രദേശിലുള്ളതാണ്. പിന്നെ അടുത്തത് മീസോലിത്തിക്കില് 2 സൈറ്റ് ഇമ്പോർട്ടന്റ് പറയുകയാണെങ്കിൽ നേരത്തെ ഭീംടെക്ക കേവ്സ് ഒരു ഇമ്പോർട്ടന്റ് സൈറ്റ് ആണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബാഗോർ എന്ന് പറയുന്ന സൈറ്റും, രാജസ്ഥാനിലെ ബാഗോറും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഭീംടെക്ക കേവ്സും. പിന്നെ അടുത്തതാണ് നിയോലിത്തിക്കിലെ 2 സൈറ്റ് പറയുകയാണെങ്കിൽ ബുർസാഹാമും അതുപോലെ തന്നെ ഗുഫ്ക്രാലും ജമ്മു ആൻഡ് കാശ്മീരിലുള്ളതാണ്. ഏതാണ്? ബുർസാഹാമും ഗുഫ്ക്രാലാണ് ജമ്മു ആൻഡ് കാശ്മീരിലുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, എന്താണ്? ഗ്രേവ് യാർഡ്സ്, ഹൗസിന്റെ ഉള്ളിൽ ഗ്രേവ് യാർഡ്സ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത് കേട്ടോ. പിന്നെ അടുത്തത് ചാൽക്കോലിത്തിക്കിൽ എടുക്കുകയാണെങ്കിൽ കാറ്റ്ലോഹോയിക്, അതൊരു ഇമ്പോർട്ടന്റ് സൈറ്റ് ആണ്. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? അറബൻ സെറ്റിൽമെന്റിന്, ഏൻഷ്യൻ അറബൻ സെറ്റിൽമെന്റിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു സൈറ്റ് ആണ് എന്ത്? കാറ്റൽ ഹോയുക്ക് എന്ന് പറയുന്നത്. കാറ്റൽ ഹോയുക്ക്, അത് തുർക്കിയിലാണ് വരുന്നത് കേട്ടോ. മതിയോ? മതി. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, നമ്മള് എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. പ്രീ ഹിസ്റ്റോറിക്കിന്റെ 4 ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈല്, അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരിൽ വന്ന ട്രാൻസിഷൻ, അതൊക്കെ തന്നെയാണ് ഈ ഒരു എസെൻഷ്യൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ കൺക്ലൂഷനിലും ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഏൻഷ്യൻ ഹിസ്റ്ററിനെ കുറിച്ചിട്ടാണ്, അത് അൺറിട്ടേൺ ആണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രോട്ടോ ഹിസ്റ്ററി ആണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്, അവരെങ്ങനെ താമസിച്ചിരുന്ന ആൾക്കാരാണ്, ജീവിച്ചിരുന്ന ആൾക്കാരാണ്, അതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇത്ര നേരം കേട്ടില്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ കോഴ്സിന്റെ കാര്യമാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ട്രിപ്പഡീസ് ടീം കറന്റ് ഇപ്പോൾ GKന്റെയും CAന്റെയും കോച്ചിങ്ങിനുള്ള ഇതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മളിൽ കൊടുത്ത പോലെ തന്നെ SSC, റെയിൽവേ, ബാങ്കിങ്, ഇപ്പോൾ ഏതാവട്ടെ, അതിനൊക്കെ എന്താണ്, നമുക്ക് GKയും കറണ്ട് അഫയേഴ്സും അത്ര അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ നമ്മുടെ പ്രിപ്പഡീസ് ടീം കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഇത് നമ്മളിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ എന്താണ് ജനുവരി 26 മീൻസ് റിപ്പബ്ലിക് ഡേക്ക് മുമ്പ്, അതിൻ്റെ തലേദിവസം 25-ാം തീയതി നൈറ്റിന് മുൻപ്, രാത്രിക്ക് മുമ്പ് തന്നെ നിങ്ങൾ എന്താണ് ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യട്ടെ. നമ്മുടെ കോഴ്സ് 500 രൂപയാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ഇത്രയും കുറഞ്ഞൊരു പ്രൈസിൽ നമുക്ക് GKന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും ക്ലാസ് ഒന്നും ആരും ഇങ്ങനെ കൊടുക്കില്ല. എന്നാണ് ഇത്രയും ചെറിയൊരു പ്രൈസിൽ, അതും ഡെയിലി നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വീക്ക്ലി നമ്മൾ എന്താണ് കറണ്ട് അഫയേഴ്സിന്റെ എന്ന് വെച്ചാൽ സൺഡേ നമ്മൾ എന്താണ് ബൂസ്റ്റർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീക്ക് മൊത്തം എടുത്ത CAന്റെ ക്ലാസ് നമ്മൾ എന്താണ് ഒന്നും കൂടി നമ്മൾ റീകോൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ബൂസ്റ്റർ സെക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ് എല്ലാ ദിവസവും നമ്മൾ എന്താണ് ഡെയിലി ക്വിസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ ഡെമോ ക്ലാസ്സുകളാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്
മൺഡേ തൊട്ട് നമ്മുടെ പേ ചെയ്ത കുട്ടികൾക്ക് ആയിരിക്കും ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുക. ക്വിസ് ഉണ്ടായിരിക്കും എന്നും, ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ GKന്റെ ക്വിസ് നമ്മൾ എന്താണ് കണ്ടക്ട് ചെയ്യും വീക്ക്ലി. നമ്മൾ ഇപ്പോൾ സൺഡേ ആയിരിക്കും മിക്കതും നമ്മൾ ഇത്ര ദിവസം എടുത്ത് GKന്റെ പോർഷൻസ് വെച്ചിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുക അവർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യില്ലേ സൺഡേ ആണ്. സൺഡേ ആണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെയും ഇതിൻ്റെ ഒക്കെ ബൂസ്റ്റർ സെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ അന്ന് തന്നെ നമ്മൾ എന്താണ് ആ ഒരു വീക്ക് ചെയ്യേണ്ട അതിനെക്കുറിച്ചുള്ളൊരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീക്ക് നമ്മൾ എന്തൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നു, എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഒരു ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അതുപോലെ തന്നെ ഈ ഒരു വീക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഞായറാഴ്ച വരെ, ഈ ഒരു സൺഡേ വരെയാണ് നമ്മൾ ഈ ഒരു ഫ്രീ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. അതിൽ 3 ദിവസം GKന്റെ ക്ലാസ്സും ബാക്കി എല്ലാ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മൺഡേ തൊട്ട് എന്താണ് നമ്മൾ പേ ചെയ്ത എന്ന് വെച്ചാൽ ഫീ അടച്ച് പേ ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ എന്താണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് ആയാലും ലൈവ് ക്ലാസ് ആയാലും നമ്മൾ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് എല്ലാവരും എന്താണ് മാക്സിമം നമ്മുടെ ഒരു ഇതിൽ സൺഡേ നൈറ്റിനുള്ളിൽ നമ്മൾ എന്താണ് പൈസ പേ ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ ആകെ 500 മാത്രമാണ് നമ്മൾ വാങ്ങുന്നത്. അത് ആകെ 500 ആണ്. അത് 2-3 മന്ത് നമ്മുടെ ഈ ഒരു ക്ലാസ് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ CGL നമുക്കറിയാലോ എക്സാമുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ഏപ്രിൽ ഹാഫോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കുള്ളൂ. അത് ഫുൾ GKന്റെയും അന്ന് വരെ എടുക്കുന്ന എല്ലാ CAന്റെ ക്ലാസ്സുകൾ നമ്മൾ എന്താണ് പക്കയായിട്ട് കംപ്ലീറ്റ് ആക്കും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്താണ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ കോഴ്സ് സൺഡേക്കുള്ളിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു.